വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ എംബഡഡ് ക്വസ്റ്റ്യൻസ് അഥവാ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് എംബഡഡ് ക്വസ്റ്റ്യൻ ഈസ് എ ക്വസ്റ്റ്യൻ വിത്തിൻ എ ക്വസ്റ്റ്യൻ ഓർ വിത്തിൻ എ സ്റ്റേറ്റ്മെന്റ്. എംബഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിലത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ. ഇതിനെയാണ് എംബഡഡ് ക്വസ്റ്റ്യൻസ് അഥവാ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഡു യു നോ വേർ ദ ലൈബ്രറി ഈസ്? ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഡു യു നോ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഉള്ളിലാണ് വേർ ദ ലൈബ്രറി ഈസ്, അതായത് ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിലത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഐ ഡോണ്ട് നോ വേർ ദ ലൈബ്രറി ഈസ്. അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ പറയണം. നമ്മളോട് ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്, ഡു യു നോ വേർ ദ ലൈബ്രറി ഈസ്? നിനക്ക് അറിയുമോ ലൈബ്രറി എവിടെയാണെന്ന്? അപ്പൊ നമ്മൾ അതിന് മറുപടി പറയാണ്, ഐ ഡോണ്ട് നോ വേർ ദ ലൈബ്രറി ഈസ്. എനിക്ക് അറിയില്ല എവിടെയാണ് ലൈബ്രറി എന്ന്. അതൊരു സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലാണ്, പക്ഷെ അതിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ ഡോണ്ട് നോ എന്ന് വെച്ച് തുടങ്ങിയിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം തുടങ്ങിയിരിക്കുന്നത് ഐ എന്നുള്ള സബ്ജക്റ്റ് വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഐ നോ എന്നും പറയാം, ഐ നോ വേർ ദ ലൈബ്രറി ഈസ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വേർ ദ ലൈബ്രറി ഈസ്. പക്ഷെ അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഏതാണ് ആ ക്വസ്റ്റ്യൻ? വേർ ദ ലൈബ്രറി ഈസ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിലത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലത്തെ ക്വസ്റ്റ്യൻ, ഇതിനെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ പൊളൈറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പുതിയൊരു സ്ഥലത്ത് പോയിട്ട് അറിയാത്ത കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കുമ്പോൾ എല്ലാം ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. നോർമൽ സെന്റൻസ് സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് വെർബ്. അതായത് സാധാരണ സെന്റൻസുകളുടെ ഒക്കെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒബ്ജക്റ്റ് ആണോ കോംപ്ലിമെന്റ് ആണോ അങ്ങനെ എന്താണെങ്കിലും വരാം. പക്ഷെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വരിക. യു സെഡ് ഇറ്റ് എന്നുള്ളതിൽ യു എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, സെഡ് എന്നുള്ളത് വെർബാണ്, പാസ്റ്റ് ടെൻസിലാണെന്ന് മാത്രം. എന്നാൽ ക്വസ്റ്റ്യനുകളിലോ, ഇൻ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. എന്നാൽ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അതായിരിക്കണം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വെർബ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വെർബ്. അതായത് ഹെൽപ്പിംഗ് വെർബിന്റെയും മെയിൻ വെർബിന്റെയും ഇടയിലാണ് സബ്ജക്റ്റ്. വാട്ട് ഡിഡ് യു സേ? നീ എന്താണ് പറഞ്ഞത്? ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ആണ്, കാരണം ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് വാട്ട്. ഡിഡ് എന്നുള്ളത് ഹെൽപ്പിംഗ് വെർബ് അഥവാ ഓക്സിലറി വെർബ്, യു എന്നുള്ളത് സബ്ജക്റ്റ്, മെയിൻ വെർബ് ഏതാണ്? സേ. അത് ബേസ് ഫോമിലാണ്, കാരണം ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നത് കൊണ്ട്. എന്നാൽ എംബഡഡ് ക്വസ്റ്റ്യൻ ഓർ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതെങ്ങനെ വരും? ക്യാൻ യു ടെൽ മീ വാട്ട് യു സെഡ്? അതിന്റെ സ്ട്രക്ചറിലെ വ്യത്യാസമുണ്ട്. ക്യാൻ യു ടെൽ മീ എന്നുള്ള ഒരു ഫ്രേസ് ചേർത്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് അറിയാനുള്ള ഇൻഫോർമേഷൻ അവിടെ ചേർക്കുന്നത്. വാട്ട് യു സെഡ്, നീ എന്താണ് പറഞ്ഞത്? ക്യാൻ യു ടെൽ മീ, നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ നീ എന്താണ് പറഞ്ഞത്? ഇതാണ് എംബഡഡ് ക്വസ്റ്റ്യൻ ഓർ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ദ വേർഡ് ഓർഡർ ഈസ് സബ്ജക്റ്റ് ആൻഡ് ദെൻ വെർബ്. അപ്പൊ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനില് യു കഴിഞ്ഞിട്ട് സെഡ്, അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വരിക എന്നുള്ളൊരു പോയിന്റ് ഓർമ്മിക്കുക. എംബഡഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് വിത്ത്, ഈ എംബഡഡ് ക്വസ്റ്റ്യൻ അഥവാ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയാ തുടങ്ങുന്നത്? ഡു യു നോ, നിനക്കറിയുമോ? ക്യാൻ യു ടെൽ മീ, നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ? കുഡ് യു ടെൽ മീ, അതും അത് സെയിം തന്നെ, നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ, പക്ഷെ കുറച്ചും കൂടി ഒരു റെസ്പെക്ട്ഫുൾ ആണ് കുഡ് യു ടെൽ മീ എന്നുള്ളത്. ഡു യു ഹാവ് എൻ ഐഡിയ, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഡു യു റിമെമ്പർ, നീ ഓർമ്മിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ആ ഫ്രേസസ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കപ്പെടുന്ന ഫ്രേസസ്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. ഏതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ചേർത്തുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുക. അപ്പൊ അതൊരു പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അറിയാത്തവരുടെ അടുത്തൊക്കെ പോയി ചോദിക്കുമ്പോൾ ഡു യു നോ വാട്ട് ഹിസ് നെയിം ഈസ്, അവന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ക്യാൻ യു ടെൽ മീ വാട്ട് ഹെർ നെയിം ഈസ്, അവളുടെ പേരെന്താണെന്ന് നിനക്ക് എന്നോട് പറയാൻ പറ്റുമോ? ഡു യു റിമെമ്പർ, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചേർത്തുകൊണ്ട്
എന്നാണ് ശരിക്കും ഇതാണ് ക്വസ്റ്റ്യൻ. ഡു യു റിമെമ്പർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ ഒരു ഫ്രേസ് ആണ്, അത് കംപ്ലീറ്റഡ് അല്ല. ഡു യു റിമെമ്പർ. ഇനി നമ്മൾ ചേർക്കാനുള്ള ഇൻഫോർമേഷൻ എന്താണെന്ന് വെച്ച് ചേർക്കുക. ഡു യു റിമെമ്പർ വാട്ട് ഹിസ് നെയിം ഈസ്? അവൻ്റെ പേരെന്താണെന്ന് നീ ഓർമ്മിക്കുന്നുണ്ടോ? മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ലാംഗ്വേജിൽ ചോദിക്കാറുള്ളത്. നിനക്ക് ഓർമ്മയുണ്ടോ അവൻ്റെ പേരെന്താണെന്ന്? ദ സ്ട്രക്ചർ ചേഞ്ചസ്. ഇവിടെയൊക്കെ സ്ട്രക്ചർ ചേഞ്ച് ആവുന്നുണ്ട്. ഈസ്, ആർ, വേർ എക്സെട്ര കം ആഫ്റ്റർ ദ സബ്ജക്ട്. സബ്ജക്റ്റിന് ശേഷമാണ് ഈസ്, ആർ, വേർ എന്നൊക്കെ വരുന്നത്. ക്യാൻ യു ടെൽ മീ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്? ഈസ് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റാണ് ആ ക്വസ്റ്റ്യൻ്റെ. അവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ആ ഒരു ചേഞ്ച് വേർഡ് ഓർഡറിലുള്ള. ഇതിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ്? അതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എവിടെയാണ് ആ ഈസ് വന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞതും അതിനുശേഷമാണ് ദ പോസ്റ്റ് ഓഫീസ് എന്നുള്ള സബ്ജക്റ്റ്. എന്നാൽ അത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി മാറുമ്പോൾ ആ ഈസ് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റിലേക്ക് പോയി, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വന്നു. ദ പോസ്റ്റ് ഓഫീസ് ഈസ്. ക്യാൻ യു ടെൽ മീ വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ്? നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന്? എക്സാമ്പിൾസ് നോക്കുക. വാട്ട് ടൈം ഡസ് ദ ബാങ്ക് ഓപ്പൺ? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഡസ് എന്ന് വന്നിരിക്കുന്നത്, ഹെൽപ്പിംഗ് വെർബ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഡസ്, ഡു, ഡിഡ് ഒന്നും വരില്ല. അപ്പോൾ അതിനെ നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. അതേതാണ്? ഡു യു നോ. ഡു യു നോ വാട്ട് ടൈം ദ ബാങ്ക് ഓപ്പൺസ്? അതാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് ഫ്രേസസ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കപ്പെടുന്നവ. അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് വാട്ട് ടൈം ദ ബാങ്ക് ഓപ്പൺസ് എന്നാക്കി മാറ്റുക. ആ ഡസിനെ മാറ്റിയിട്ട് ഓപ്പൺ എന്നുള്ള വെർബിന്റെ കൂടെ എസ് ചേർക്കുക. കാരണം അത് സിംഗുലർ ആയതുകൊണ്ടാണ് അങ്ങനെ എസ് ചേർത്തിരിക്കുന്നത്. വി ഡോണ്ട് യൂസ് ഡു, ഡസ്, ഡിഡ് ഇൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആസ് ഹെൽപ്പിംഗ് വെർബ്. ഈ പോയിന്റ് നന്നായിട്ട് ഉപയോഗിക്കുക. ഹെൽപ്പിംഗ് വെർബായിട്ട് ഡൂവിനെയോ ഡസിനെയോ ഡിഡിനെയോ എംബഡഡ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കില്ല. വേർ ഡസ് ഷീ ലിവ്? ഇതും അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പോൾ ഡസിനെ മാറ്റണം, ലിവ് എന്നതിന്റെ കൂടെ എസ് ചേർക്കണം. ഡു യു നോ വേർ ഷീ ലീവ്സ്? അവൾ എവിടെയാണ് താമസിക്കുന്നത് നിനക്കറിയോ? വേർ ഡസ് ഷീ ലീവ്? അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. പക്ഷേ മോർ പൊളൈറ്റ് ആയിട്ട് നമ്മൾ വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡു യു നോ വേർ ഷീ ലീവ്സ്? അവൾ എവിടെയാണ് താമസിക്കുന്നത് നിനക്കറിയാമോ? വൈ ഡിഡ് ഷീ ഗോ ഹോം? അവൾ എന്തിനാണ് വീട്ടിലേക്ക് പോയത് എന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡിഡ് എന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഡിഡ് എന്ന് കാണിക്കുന്നത് ആ ക്വസ്റ്റ്യൻ പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഡിഡിനെ നമ്മൾ മാറ്റുമ്പോൾ ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടി വരും. ക്യാൻ യു ടെൽ മീ വൈ ഷി വെന്റ് ഹോം? അവൾ എന്തിനാണ് വീട്ടിൽ പോയതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കൂടുതൽ മര്യാദയോടുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു തരുമോ എവിടെയാണ് പോസ്റ്റ് ഓഫീസ്? അവൾ എന്തിനാണ് വേഗം വീട്ടിലേക്ക് പോയത്? നിനക്ക് പറയാൻ പറ്റുമോ? നിനക്ക് അറിയുമോ? ഇങ്ങനെ. ക്യാൻ യു ടെൽ മീ വൈ ഷി വെന്റ് ഹോം? ആ വെന്റ് എന്നായി മാറാൻ കാരണം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഡിഡ്, ഡസ്, ഡു എന്നുള്ളതൊന്നും വരില്ല. അപ്പൊ ഇവിടെ ഡിഡ് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ. അപ്പൊ അതിനെ റിമൂവ് ചെയ്യുമ്പോൾ ഗോ എന്നുള്ള മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലേക്ക് പോയി, ഷീ വെന്റ് ഹോം എന്നായി മാറി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ വരിക? ഈസ് മീന അറ്റ് ഹോം? മീന വീട്ടിലുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസുകൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ക്യാൻ യു ടെൽ മീ? അതിനുശേഷം ഈഫ് അല്ലെങ്കിൽ വെദർ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ടത് എന്ന പോയിന്റ് ഇവിടെ ഓർമ്മിക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓക്സിലറി വെർബിൽ തുടങ്ങുന്നവ, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. അപ്പൊ ഈഫ് അല്ലെങ്കിൽ വെദർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. ക്യാൻ യു ടെൽ മീ ഇഫ് മീന ഈസ് അറ്റ് ഹോം? മീന ഈസ് അറ്റ് ഹോം. ആ വേർഡ് ഓർഡറിലുള്ള മാറ്റവും ശ്രദ്ധിക്കണം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വെർബ് വരിക. ഡിഡ് ഹി പാസ് ദ എക്സാം? അവൻ പാസ്സായിരുന്നോ എന്നാ ചോദിക്കുന്നത്. ഡിഡ് ഹി പാസ് ദ എക്സാം ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡിഡ് എന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നു ഇതൊരു
പാസ്റ്റ് ടെൻസ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതുകൊണ്ട് തന്നെ ഡിഡ് ഉപയോഗിക്കില്ല ഏതില്, എംബഡഡ് ക്വസ്റ്റ്യനിൽ എന്നുള്ളത് കൊണ്ട് അതിനെ റിമൂവ് ചെയ്താൽ, അതിനെ എലിമിനേറ്റ് ചെയ്താൽ മെയിൻ വെർബിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റേണ്ടി വരും. ഡു യു നോ ഇഫ് ഹി പാസ്ഡ് ദ എക്സാം? അവിടെ പാസ് എന്നുള്ള മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി, V2ലേക്ക് മാറി. V1 എന്നുള്ളത് V2ലേക്ക് മാറി, പാസ്ഡ്. ഡു യു നോ ഇഫ് ഹി പാസ്ഡ് ദ എക്സാം? നിനക്കറിയുമോ അവൻ പാസ്സായോന്ന് എന്നാണ് ചോദ്യം. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യനുകളിൽ if അല്ലെങ്കിൽ വെദർ ചേർക്കുക. ചേഞ്ച് ടു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദാറ്റ് മാൻ? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അയാൾ ആരായിരുന്നു എന്നുള്ള ഈ ചോദ്യത്തിന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു ഫ്രേസ് ഉപയോഗിക്കുക. ഡു യു നോ ഹു ദാറ്റ് മാൻ വാസ്? ദാറ്റ് മാൻ കഴിഞ്ഞിട്ടാണ് വാസ് എന്നുള്ള ഓക്സിലറി വെർബ് വന്നിരിക്കുന്നത്. ഇവിടെ മെയിൻ വെർബ് ആണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ് ആണ്. നിങ്ങൾ വേർഡ് ഓർഡറിലുള്ള മാറ്റം ശ്രദ്ധിക്കണം എംബഡഡ് ക്വസ്റ്റ്യനിൽ. വാട്ട് ടൈം ഡസ് ദ ബാങ്ക് ഓപ്പൺ? ഇതിൽ ഡസ് ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഡസ് വരാറില്ല. അതുകൊണ്ട് തന്നെ ഓപ്പൺ എന്നുള്ള മെയിൻ വെർബിന്റെ കൂടെ എസ് ചേർത്തുകൊണ്ട് ഓപ്പൺസ് എന്നാക്കണം. Can you tell me what time the bank opens? നിനക്ക് പറയാൻ പറ്റുമോ ഏത് സമയത്താണ് ബാങ്ക് തുറക്കുക എന്ന്? Where have they gone? അവരെവിടേക്കാ പോയതെന്നാ ചോദിക്കുന്നത്. Have they gone? ഹെൽപ്പിംഗ് വെർബിന്റെയും മെയിൻ വെർബിന്റെയും നടുവിലാണ് സബ്ജക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ. എന്നാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ they have gone എന്നായി മാറും. ആ ഒരു പോയിന്റ് വളരെ നന്നായി മനസ്സിലാക്കണം. ഇനി എങ്ങനെയാ വരിക ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ? ഡു യു ഹാവ് എനി ഐഡിയ വേർ ദേ ഹാവ് ഗോൺ? അങ്ങനെയും നമുക്ക് ചോദിക്കാം. ആ ഫ്രേസ് ഉപയോഗിക്കാം. അല്ല ക്യാൻ യു ടെൽ മീ എന്നും ചോദിക്കാം. കുഡ് യു ടെൽ മീ വേർ ദേ ഹാവ് ഗോൺ? അങ്ങനെയും വരും. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. കുറച്ച് ഫ്രേസസ് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. വേർ ദേ ഹാവ് ഗോൺ എന്നായി മാറും എന്നുള്ള പോയിന്റ് ഓർമ്മിക്കുക. ആർ ദേ ഫ്രണ്ട്സ്? അവർ ഫ്രണ്ട്സ് ആണോ? ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ഈഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. ഡു യു നോ ഇഫ് ദേ ആർ ഫ്രണ്ട്സ്? നിനക്കറിയോ അവർ ഫ്രണ്ട്സ് ആണോ എന്ന്? ആർ ദേ ഫ്രണ്ട്സ് എന്നുള്ളത് എംബഡഡ് ക്വസ്റ്റ്യനിൽ എങ്ങനെയായി മാറി? ദേ ആർ ഫ്രണ്ട്സ് എന്നായി മാറി. ഡു യു നോ ഇഫ് ദേ ആർ ഫ്രണ്ട്സ്? പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം തുടങ്ങുന്നത് ഡു എന്നുള്ള ഹെൽപ്പിംഗ് വെർബിലാണ്. ഒരു ഫ്രേസ് ആണ് ഡു യു നോ. അതാണ് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ. ഡു യു നോ? ക്യാൻ യു ടെൽ മീ? വേർ ഡസ് വരുൺ വർക്ക്? ഇതും ഡസിനെ റിമൂവ് ചെയ്തുകൊണ്ട് വർക്കിന്റെ കൂടെ എസ് ചേർത്തിട്ട് വരും. ഡു യു റിമെമ്പർ വേർ വരുൺ വർക്ക്സ്? നിനക്ക് ഓർമ്മയുണ്ടോ വരുൺ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്? ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക.